ഗ്രഹങ്ങളും രത്നങ്ങളും ചർച്ചയാകുന്ന, രത്നനിർണയ രീതികളും രത്ന ഉപയോഗങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന രത്നശാസ്ത്രയുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമ്മൾ രത്നശാസ്ത്രയിൽ രത്നങ്ങളെക്കുറിച്ചും രത്നങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അനുയോജ്യമാകുന്ന, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ രീതികളൊക്കെ നിർണയം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഒരു രത്നം നിർണയിക്കപ്പെട്ട കഴിഞ്ഞാൽ അത് എത്ര ക്യാരറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോകാറുണ്ട്. നമ്മൾ എത്ര എപ്പിസോഡുകൾ ചെയ്താലും പ്രേക്ഷകർക്ക് ധാരാളം സംശയങ്ങൾ പിന്നെയും നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നവരത്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. അതിൻ്റെ ഉപയോഗിക്കാമോ, എനിക്കത് അനുയോജ്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗ രീതികൾ, അതാണ് എപ്പോഴും ഒരു സംശയം ഇങ്ങനെ പ്രേക്ഷകർക്കുള്ള ഒരു കാര്യം. അപ്പോൾ അതിനൊരു നമ്മൾ പല എപ്പിസോഡുകളിൽ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് എൻക്വയറീസ്, സംശയങ്ങൾ വരുന്നത് കൊണ്ട് പേരിൽ നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു വ്യക്തിക്ക് നവരത്നം എങ്ങനെയാണത് അനുയോജ്യമാകുന്നത്? നവരത്നങ്ങൾ എന്ന് പറയുന്നത് വളരെ സുപ്രസിദ്ധമായ രത്നങ്ങൾ, 9 പ്രീഷ്യസ് സ്റ്റോൺസ് അടങ്ങിയതാണ് നവരത്നങ്ങൾ. ഓക്കെ. ഇത് കാലാകാലങ്ങളായി, അനേക നൂറ്റാണ്ടുകളായിട്ട്, മനസ്സിലായില്ലേ, മനുഷ്യൻ്റെ കൾച്ചറും സംസ്കാരവും ലാംഗ്വേജും ഒക്കെ എന്ന് ചേർന്ന് പോകുന്നത് പോലെ തന്നെ ആ രത്നങ്ങൾ ധാരാളമായിട്ട് ആൾക്കാർ, കോടാനുകോടി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ തായ്ലൻഡ്, നേപ്പാൾ, അതുപോലെ തന്നെ ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, ഈ രാജ്യങ്ങളിലുമെല്ലാം ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോണാണ്. നവരത്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 9 രത്നങ്ങൾ ഘടിപ്പിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 9 രത്നങ്ങൾ ഒരു ഓർണമെൻറ്റിൽ ഘടിപ്പിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തായ്ലൻഡിലൊക്കെ ആണെങ്കിൽ ഇതൊരു അവരുടെ ഒരു ഏറ്റവും റെക്കഗ്നൈസ്ഡ് നാഷണൽ സിംബലായിട്ടാണ് അവർ കാണുന്നത്. ഈ നവരത്നമാണ് അവരുടെ ദേശീയ സിംബൽ, അംഗീകാരം. അവരുടെ ഒരു റോയൽ സിംബൽ ആയിട്ടൊക്കെ അവർ റോയൽ ജംസ് ആണിത്. റോയൽ ജംസ് കാറ്റഗറിയാണ് നവരത്നങ്ങൾക്കുള്ളത്. മനസ്സിലായില്ലേ? അത് തായ്ലൻഡിലൊക്കെ രാജാവ് ഭടന്മാർക്ക് അവരെ ആദരിക്കുന്നത് നവരത്നത്തിന്റെ അതെ ഒരു ആഭരണം പോലെ കൊടുത്തിട്ടാണ്. ഗ്രൂപ്പ് ഓഫ് 9 സ്റ്റോൺസ്, അതാണ് അവർ ചെയ്യുന്നത്. നവരത്നമൊക്കെ തായ്ലൻഡ്, അത് ആ ഫോട്ടോസൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ കൊടുക്കുന്നത്, അത് ഭടന്മാർക്ക് അത് കൊടുക്കുന്ന ഷോൾഡർ, അത് അവരത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ആ നവരത്നമാണ്. അവരുടെ ഒരു ദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സിംബൽ. അപ്പം നവരത്നത്തിന് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, ഇല്ലേ? അതെ, മനസ്സിലായി. ഇന്ത്യയിലെ റൂളേഴ്സ് ഒക്കെ നവരത്നങ്ങളാണ് അവർ കൂടുതലായിട്ട് സൂക്ഷിച്ചിരുന്നതും. അവരുടെ കിരീടങ്ങളിലും അവരുടെ ആഭരണങ്ങളിലും ഒക്കെ നവരത്നങ്ങളുണ്ട്. 9 രത്നങ്ങൾ പ്രത്യേക ക്രമത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന നവരത്ന മോതിരങ്ങൾ, അല്ലെ നവരത്ന കമ്മലുകൾ, അല്ലെ നവരത്നത്തിൻ്റെ ലോക്കറ്റുകൾ, എല്ലാം ഒരു പ്രത്യേക തരത്തിൽ അതിൻ്റെ റൂബി സെൻറ്ററിലായിട്ട് ബാക്കി രത്നങ്ങൾ ഘടിപ്പിക്കുന്ന രീതിയാണ് വേൾഡ് വൈഡായിട്ട് അംഗീകരിച്ചിരിക്കുന്ന സെറ്റിംഗ് ക്രമമാണ്. മാറ്റി സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നവരത്നങ്ങൾ മാറ്റി ഇവിടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏതെങ്കിലും കല്ല് എവിടെയെങ്കിലും പിടിപ്പിക്കുക, അങ്ങനെ പറ്റില്ല. അതിനൊരു ഒരു ക്രമമുണ്ട്. അത് നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ആ തരത്തിലുള്ള സെറ്റിങ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം നവരത്നം ദേശീയ തലത്തിൽ അംഗീകരിച്ചിരിക്കുന്ന തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ പോലും അത്ര ശ്രേഷ്ഠകരമായ രത്നമാണ് ധരിക്കുന്നത്. അവർ അത് കരുതി പോകുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മനസ്സിലായേ? അപ്പം നവരത്നങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് പല സംശയങ്ങളുണ്ട്.
അപ്പോൾ നവരത്നങ്ങൾ ധാരാളം ആൾക്കാർ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും ധരിക്കാൻ പാടില്ല എന്നൊക്കെ അതൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ അതങ്ങനെയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് ധരിച്ചു പോരുന്ന രത്നങ്ങൾ, നവരത്ന മോതിരങ്ങളൊക്കെ ധരിച്ചവർക്ക് വേറൊരു അവരുടെ ഡെസ്റ്റിനി തന്നെ മാറിപ്പോണല്ലോ. എത്രയോ ഒരു രത്നം ധരിച്ച് അതിന് ഫലമുണ്ടായാൽ എന്നുകൊണ്ടാണ് ആൾക്കാർ രത്നം കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ രത്നം നമ്മൾ സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നവരത്നം വാങ്ങി ധരിച്ചാൽ അതിന് ഫലം, എനിക്കൊരു പോസിറ്റീവ് ഫലം ഉണ്ടെന്ന് ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത്, അല്ല വേറൊരാളല്ല തീരുമാനിക്കുന്നത്. അല്ലേ? അതെ. നിങ്ങൾക്ക് നവരത്നം മോതിരം ചെയ്യില്ല എന്ന് വേറൊരാളാണ് തീരുമാനിക്കുന്നത്. അല്ല, അല്ലെങ്കിൽ അത് അതോറിറ്റീവായിട്ട് രത്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് തേരാത്ത ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒരു സംശയിക്കുമ്പോൾ അത് അത്രമാത്രം കറക്റ്റായിട്ട് അങ്ങനെ പറയാം, അടച്ച് പറയാം. നവരത്നങ്ങൾ ചേരാത്ത ഒരു രത്നങ്ങളും ചേരാത്തവരുണ്ട്, ഒരു രത്നങ്ങളും സ്യൂട്ടബിൾ അല്ലാത്തവരുണ്ട്. അപ്പം നവരത്നം ചിലപ്പോൾ ഒരു 30% അല്ല 25% ആൾക്കാർ ചിലപ്പം ചേരാത്തവരും ഉണ്ട്. അതിന് വ്യക്തമായ കാരണം ആ പ്രധാനമായിട്ടും നവരത്നത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും കാഠിന്യമേറിയ ഡയമണ്ട് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അതിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോണും ഹാർഡ്നെസ് ഉള്ള കല്ലും. ഇത് ഓരോ വ്യക്തിക്ക് ഡയമണ്ട് സ്യൂട്ടബിൾ അല്ലാതെ വരുന്നവർക്ക് ഒന്നും നവരത്ന മോതിരം അത്ര അഡ്വൈസബിൾ അല്ല. നമ്മൾ നവരത്നം കൊടുക്കുമ്പം അറ്റ്ലീസ്റ്റ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിലും നോക്കിയിട്ടാണ്. ഇതിനകത്ത് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ ഒക്കെ പൊസിഷൻ നമ്മൾ നോക്കിയതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ 10 പേരുടെ നമ്മൾ നോക്കിയാൽ ചിലപ്പം ഒരു 3 പേർക്ക് ഇത് അനുയോജ്യമല്ലായിരിക്കാം. മനസ്സിലായി? 7 പേർക്ക് അനുയോജ്യമാണ്. മറ്റ് രത്നങ്ങളുടെ കൂടെ, അവർക്ക് അനുയോജ്യമായ രത്നങ്ങളുടെ കൂടെ അത് ഉപയോഗിക്കാം. അതിനൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാക്കുന്ന കല്ലുകളാണ്. എല്ലാവരും ഓടിപ്പോയി നവരത്നം വാങ്ങി ധരിക്കുന്നത് മണ്ടത്തരമാണ്. അത് ശരിയായ നടപടിയല്ല. കാരണം ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾക്ക് നീചത്വം ഇല്ല. എല്ലാ ഗ്രഹങ്ങളും വളരെ എക്സോൾട്ടഡ് ആയിട്ട് ശ്രീരാമൻ്റെ മാത്രം ജാതകം കാണത്തുള്ളൂ. അങ്ങനെയല്ല, എല്ലാ ഗ്രഹങ്ങളും നീചാവസ്ഥയിൽ നിൽക്കുന്നവർ, അതായത് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ 3 or 4 ഗ്രഹങ്ങൾ വളരെ ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നവരത്നം സ്യൂട്ടബിൾ അല്ല. എന്നാൽ ഈ 9 ഗ്രഹങ്ങളും നീചത്വമൊന്നുമില്ല, എന്നാൽ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ അവർക്ക് നവരത്നം ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 1 or 2 രത്നങ്ങൾ ആവശ്യമുള്ള തൂക്കത്തിലും വീട്ടിലും കൂടെ ചെയ്ത് കിട്ടാൽ ആ രത്നധാരണത്തിന് ഒരു പൂർണ്ണത ലഭിക്കും, പൂർണ്ണ ഫലത്തിലേക്ക് വരും അത്. മനസ്സിലായില്ലേ? അപ്പോൾ ചിലർക്ക് 2 രത്നങ്ങളും 3 രത്നങ്ങളും അനുയോജ്യമായിരിക്കും. പക്ഷെ ഒരു രത്നം അവർ ധരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ആ 3 രത്നങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പം അതിൻ്റെ ആയിട്ടുള്ള ഫലം ഉണ്ടാവും. രത്നങ്ങൾ മനുഷ്യന് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് തന്നെ അതിനാണ്. രത്നങ്ങളും ഗ്രഹങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗ്രഹങ്ങളുടെ സ്വാധീനം മനുഷ്യനെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആര് നിഷേധിച്ചാലും അതൊരു സത്യമായ കാര്യമാണ്. ആൾക്കാരെന്നും അതിൻ്റെ പുറകെ തന്നെ പോകും. കാരണം അവർക്കൊരു ഗൈഡ് ലൈൻ കിട്ടുന്ന ശാസ്ത്രമാണ് അസ്ട്രോളജി. അതെവിടെയും നമുക്ക് തറപ്പിച്ച് പറയാം. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണ് കൺഫ്യൂഷൻസ് വരുന്നത്. നമ്മൾ നവരത്നത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. നവരത്നത്തിന് ആർക്കൊക്കെയാണത് ഉപയോഗം അല്ലെങ്കിൽ മാച്ചിങ് ആകുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥിതിവിശേഷമുള്ളവർ അത് ഉപയോഗിക്കാതിരിക്കുന്നത്. നവരത്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ജസ്റ്റ് അറിയാവുന്ന ഒരാൾ, നാട്ടിലുള്ള ആരെങ്കിലും അറിയാവുന്ന ജംസിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് വാങ്ങി ധരിക്കുക. അല്ലാതെ ആരും നവരത്ന മോതിരം ഉപയോഗിക്കാൻ പാടില്ല, ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാം മണ്ടന്മാരായിരിക്കണമല്ലോ. മനസ്സിലായില്ലേ? ഇന്ന് നവരത്നത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ മാർക്കറ്റാണ്. നവരത്ന മോതിരങ്ങൾ നിങ്ങൾ ഏത് ജ്വല്ലറി പോയാലും അതുണ്ടാവും. അത് സ്യൂട്ടബിൾ ആണോ? ഇപ്പോൾ എല്ലാ മരുന്നും ഒരു മരുന്ന് ഷോപ്പിലുണ്ടെന്ന് വിചാരിക്കും. ഉണ്ടല്ലോ, ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന മരുന്നല്ല നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. ഇന്ന് പറഞ്ഞതുപോലെ നവരത്നങ്ങൾ നമുക്ക് സ്യൂട്ടബിൾ ആണെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ഗ്രഹങ്ങൾക്ക് നീചത്വം ഉണ്ടോ, ഈ വീനസ് എന്ന് പറയുന്ന ശുക്രൻ, അതായത് വജ്രം പ്രതിനിധീകരിക്കുന്ന ഗ്രഹം നീചത്തിലാണോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ
ഉപയോഗിക്കാം. ഒരു അഡ്വൈസും പ്രകാരം ധരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ധരിക്കുകയും ചെയ്യാം. ഒരു 70% ആൾക്കാരെ അത് ധരിക്കുന്നവർക്ക് ഒരു മോശം ദോഷഫലങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്രയും വർഷത്തിൽ ഉണ്ടായിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. മോശമായി വന്നിരിക്കുന്നവർ അവരത് കൺസൾട്ട് ചെയ്യാതെ വാങ്ങി ധരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ് ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇതിൻ്റെ ഒരു ക്രമം എന്ന് പറഞ്ഞു, ഒരു പ്രത്യേക ഒരു ക്രമത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിൻ്റെ സെന്ററിൽ എനിക്ക് തോന്നുന്നു വെക്കുന്ന റൂബിയാണ്. അതിന്റെ മേളിൽ ഡയമണ്ട്, അങ്ങനെ ഒരു ക്രമങ്ങൾ എപ്പോഴും നമുക്കൊരു സ്ക്വയർ സെറ്റിംഗ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ ചില പാറ്റേണിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ചില കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയും ഇന്ന സെറ്റിംഗ് ആണ് ഇതിൻ്റെ നല്ലത്. തീർത്ത് ഈ ഡയമണ്ട് പോലെയൊക്കെ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലൊക്കെ ഉള്ളതൊന്നും നല്ലതല്ല. ഡയമണ്ട് മേളിലും ബാക്കി 2 ഗ്രഹങ്ങളിലെ ഓപ്പോസിറ്റ് പ്ലാനറ്റ്സിൻ്റെ കല്ലുകൾ അടുത്ത് വെക്കുക, അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ലതല്ല. അതിൻ്റെ ആ സെറ്റിങ്ങിന് അതായത് പരസ്പര ശത്രു മിത്രങ്ങളുള്ള കല്ലുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സെറ്റിങ്ങിന് വന്നിരിക്കുന്ന ക്രമം വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത് നല്ലത്. എപ്പോഴും നമ്മളൊരു ചെറിയ സെൻറ്റ്, ഇപ്പോൾ ലേഡീസിൻ്റെ ഒക്കെ ഒരു 2 സെൻറ്റ് മുതൽ ഒരു 5-10 സെൻറ്റ് വരെയും, ജെൻസിന് ഒരു 5 സെൻറ്റ് മുതൽ ഒരു 20 സെൻറ്റ്സ് വരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടമാനം വലിപ്പമായാൽ ഒരു വൃത്തികേടാണ്. മനസ്സിലായില്ലേ? 10-20 സെൻറ്റ് വരെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ, ബോഡി നല്ല വെയിറ്റും സൈസൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ മാച്ചിങ് ആണെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പോൾ ഈ നവരത്നങ്ങൾക്ക് നമ്മൾ മറ്റൊരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നത് ചില രത്നങ്ങൾ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു. പേൾസ് ആൻഡ് കോറൽസ് അതിനകത്ത് ഗ്രാജുവലി പോകും. ഓരോരുത്തരുടെ വിയർപ്പിൻ്റെയും അതുപോലെ തന്നെ ബോഡി ഹീറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതിന് പേളും കോറൽസും തേയ്മാനം സംഭവിക്കുന്ന കല്ലുകളാണ്. അതിനകത്ത് മറ്റു തരത്തിലുള്ള മിനറൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ടാണ് അത് വിട്ടുപോകുന്നത്. പോകുമ്പോൾ അത് വെച്ച് അങ്ങോട്ട് പിടിപ്പിച്ചാൽ മതി. ഇനി എനിക്കൊരു നവരത്ന മോതിരം ഇടണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഷാർജയിൽ തന്നെ ഒരു പയ്യത് പുള്ളിക്ക് നവരത്നം വേണം സാർ, അതൊരു ആവശ്യമാണ്. പക്ഷെ അയാൾക്ക് മാച്ചിങ് അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അടിവശം ക്ലോസ് ചെയ്തിട്ട് ഉപയോഗിച്ചു. ഓപ്പൺ സെറ്റിംഗ് ഇടാതെ അടിവശം ക്ലോസ് ചെയ്തിട്ട് 9 രത്നങ്ങൾ വെച്ചാൽ ഒരു ദോഷവും ആ നവരത്നത്തിൻ്റെ അയാൾക്കുണ്ടാവത്തില്ല. ഉള്ളൊരാഗ്രഹം സാധിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് പലരും അതൊരു ഒരു ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ഡയമണ്ട് ഇപ്പോൾ സൂട്ടബിൾ അല്ലാതെ വന്ന നവരത്നം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഡയമണ്ടിൻ്റെ ഭാഗം മാത്രം ക്ലോസ് ചെയ്ത് കൊടുക്കും. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കല്ലുകൾ കൊടുക്കുമ്പോൾ, കല്ലുകളുടെ ക്യാരക്ടർ നിർദ്ദേശിക്കുമ്പോൾ, അത് സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണം. ഇപ്പം നവരത്നം എല്ലാം പൊഴിഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് അതിനകത്തെല്ലാം ഗ്ലൂ ഒട്ടിച്ച് വെച്ചു, പശ കൊണ്ട് ഒട്ടിച്ച് വെക്കുന്നവരുണ്ട്. അത് ഭയങ്കരമായ അശാസ്ത്രീയമായ ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് കോറൽസിലും പേൾസിലും ചിലരെങ്കിലും പേൾ അടന്നു പോകുമല്ലോ, പേളിൻ്റെ ഒരു ക്യാരക്ടർ, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഒട്ടിക്കും, പശ ഒട്ടിക്കും. ഒട്ടും സയൻറ്റിഫിക്കലായിട്ടുള്ളൊരു കാര്യമല്ലത്. അത് ആ കല്ലിൻ്റെ ക്വാളിറ്റി കളയും. കാരണം അതിങ്ങനെ ഒട്ടി ഇരുന്നിട്ട് അവസാനം എൻ്റെ മേൽഭാഗം തെറിച്ചങ്ങ് പോകും. അടിയിൽ ആ ഗ്ലൂ ഭാഗം മാത്രം. അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല. രത്നങ്ങൾ നമ്മൾ കളറെടുക്കുമ്പോഴും പോളിഷ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ചില കല്ലുകളൊക്കെ രണ്ടാമത് കളറൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ ചൂടിൽ എടുക്കുമ്പോൾ സോഫ്റ്റ് കല്ലുകളൊക്കെയാണ്, അത് മുഴുവൻ പോവും, അതിൻ്റെ കളറേ ചേഞ്ച് ആവും. ഈവൻ എമറാൾഡ് പോലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് നല്ല എന്തെങ്കിലും വിളക്കലോ പൊടിക്കലോ വളരെ ഹാർഡായിട്ട് ചെയ്താൽ അതിന് ചെറിയ കളർ ചേഞ്ച് വരും. പക്ഷെ അത് മാറിപ്പോവും. അങ്ങനെ വരുന്ന കളർ ചേഞ്ച് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഓയില് ഇതിലേക്ക് ചെയ്യാം, ഒരു ഓയിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ നമ്മളതിനെ കൊണ്ടുവന്നാൽ ശരി. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എമറാൾഡാണ് ഹാർഡ്നെസ് കുറവായത് കൊണ്ട്, ഡ്രൈനെസ് വരുന്നത് കൊണ്ടൊക്കെ ഈ ഓയിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എപ്പോഴും വളരെ അഡ്വൈസബിൾ ആണല്ലേ. പിന്നെ ഓയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഫില്ലിംഗ് അല്ല, ഓയിൽ ഫില്ല് ചെയ്ത് കല്ലുകൾ വരുന്നുണ്ട്, അതല്ല. ഓയിലിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന കല്ലുകളാണ്. എമറാൾഡ്,
ഗോമേതകം. ഇത് രണ്ടും നമ്മൾ ഷോറൂമിലിരുന്നാൽ പോലും അതിനകത്ത് വര വീഴും, വിണ്ട് കീറും. അത് വിണ്ട് കീറും. അതിനകത്ത് മോയിസ്ചർ, ആ ഒരു ജലാംശം ഇല്ലാതെ വരുന്ന സമയത്ത് പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ഓയിലിട്ടാണ് വെക്കുന്നത്. മുറകളിലൊക്കെ നമ്മൾ ഷോപ്പിൽ ഓയിലിട്ടാണല്ലോ സൂക്ഷിക്കുന്നത്. ഗോമേതകവും അതുപോലെ തന്നെയാണ്, പെട്ടെന്ന് ക്രാക്ക് വീഴുന്ന സ്റ്റോണുകളാണ്. ഇപ്പോൾ ഈ നമ്മൾ നവരത്നത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഇപ്പോൾ 1 അല്ല 2 കല്ലുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഊരി വെക്കേണ്ട എന്തെങ്കിലും ഇല്ല. അവർക്ക് തെറ്റിദ്ധാരണ, ഈ 2 കല്ല് പോയി എന്തോ പ്രശ്നമാണെന്നും പറഞ്ഞു ഓടി കടയിലോട്ട് വരുന്നവരുണ്ട്. 2 കല്ല് പോയി സാർ, എന്തോ ഒരു വെറും തെറ്റിദ്ധാരണയത്. ആ കല്ലിൻ്റെ നേച്ചർ അങ്ങനെയുണ്ട് അത് പോയത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ല കല്ലാണെങ്കിലും പോവത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അതുകൊണ്ട് കാര്യമില്ല. അത് ഏത് ജ്വല്ലറി കൊടുത്താലും അവർ റീസെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഗ്ലൂ ഒട്ടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും പറഞ്ഞു പോരെന്ന് വിചാരിച്ചിട്ട് ഗ്ലൂ ഒട്ടിക്കരുത്. ആ രീതിയിൽ അതിനെ റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് ഉപയോഗങ്ങൾ. നമ്മൾ ഇപ്പോൾ ഈ നവരത്നത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികൾ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സംശയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ ഈ പ്രേക്ഷകർക്കുള്ള ഒരു സംശയവും കൂടിയാണ്, ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ രുദ്രാക്ഷം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു വളരെ അടുത്ത കാലത്ത് ഒരുപാട് ധാരാളം ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് അതിനെ ഒന്ന് ശ്രദ്ധിക്കണം? നല്ലതാണോ, ഒറിജിനൽ ആണോ എന്നൊക്കെ നമ്മൾ. രുദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷങ്ങൾക്കൊപ്പം തന്നെ ഫേക്ക് ആയിട്ടുള്ള ധാരാളം രുദ്രാക്ഷങ്ങൾ മാർക്കറ്റിലുണ്ട്. ഒരു പക്ഷേ ഒറിജിനൽ രുദ്രാക്ഷത്തെക്കാളും കൂടുതൽ മാർക്കറ്റ് സ്വാധീനിച്ചിരിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ഫേക്ക് രുദ്രാക്ഷങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഫേക്ക് ആയിട്ടുള്ള രുദ്രാക്ഷങ്ങൾ വെറുതെ കാർവ് ചെയ്ത് ഫേസുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ 5 ഫേസ് എന്ന് പറയുന്ന രുദ്രാക്ഷം നമുക്ക് ഈസിലി, അതിനകത്ത് വലിയ ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല. ഫേക്ക് രുദ്രാക്ഷം വരാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ അത് സർപ്ലസ് ആയിട്ട് അത് അവൈലബിളാണ്. ഇന്തോനേഷ്യയിലാട്ടെ നേപ്പാളിലാട്ടെ 5 ഫേസ് രുദ്രാക്ഷങ്ങൾ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ അതിന് ഡ്യൂപ്ലിക്കേഷൻ വലുതായിട്ട് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വലിയ രുദ്രാക്ഷങ്ങളിനകത്ത് തന്നെ കാർവ് ചെയ്ത് അത് 7 ഫേസ് 8 ഫേസ് ആയിട്ട് നിൽക്കുക. അതുപോലെ രുദ്രാക്ഷം പോലെ തോന്നിക്കുന്ന കായ്കളിനകത്ത് കാർവിങ് ഉണ്ടാക്കി അത് ചെയ്യുക, വിടുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വഴി കൂടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ചിലപ്പോൾ നമ്മൾ അബദ്ധം പറ്റാൻ ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ കാരണം രുദ്രാക്ഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വെള്ളത്തിലിട്ട പൊങ്ങിക്കിടക്കുമെന്നോ അല്ലെങ്കിൽ പാലിട്ട ഇങ്ങനെയാവുമെന്നോ അതൊന്നും ഒരു ശാസ്ത്രീയമായ ഒരു കാര്യമേ അല്ല. രുദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ രുദ്രാക്ഷം കട്ട് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ചോദിക്കും, സാറേ ഞാനൊരു രുദ്രാക്ഷം വാങ്ങിയിട്ടത് കട്ട് ചെയ്ത് എനിക്ക് കഴിഞ്ഞില്ലേ? അപ്പോൾ അതിനാണ് ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ബൾക്കായിട്ട് രുദ്രാക്ഷം നേപ്പാളിൽ നിന്ന് വരുത്തി കഴിഞ്ഞാൽ റാൻഡമായിട്ട് നമ്മൾ അതിൽ നിന്ന് 2-3 പീസ് ഏതെങ്കിലും 2-3 ഫേസ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് നോക്കും. ഇപ്പോൾ 7 ഫേസോ 6 ഫേസോ 8 ഫേസോ ഒക്കെ വിലയുള്ളതാണ്. 8 ഫേസിനൊക്കെ അതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്യും നമ്മൾ. കാരണം നമുക്ക് വിശ്വാസം വേണമല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കട്ട് ചെയ്താൽ ഇപ്പോൾ ഉദാഹരണത്തിന് 8 ഫേസിൻ്റെ ഒരു രുദ്രാക്ഷമാണെങ്കിൽ 8 ചേംബറും 8 സീഡും അതിനകത്ത് കാണണം. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ 8 ചേംബർ കാണും, അതിനകത്ത് 8 സീഡ് കാണും. ഇതാണ് ഒറിജിനൽ രുദ്രാക്ഷം കണ്ടുപിടിക്കാനുള്ള ഏകമാർഗം. എളുപ്പമാർഗമല്ലത്, ഏകമാർഗം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ നമുക്ക് കട്ട് ചെയ്യുന്നത് നമുക്ക് ലോസാണ്. പക്ഷെ ആ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യാറേയില്ല. നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രുദ്രാക്ഷം നമ്മുടെ കയ്യിലില്ല. 14 ഫേസ് വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. പിന്നെ 1 ഫേസ് എന്ന് പറയുന്ന രുദ്രാക്ഷം നല്ല 1 ഫേസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 1 ഫേസ് ഇല്ല. നേപ്പാൾ ഇന്തോനേഷ്യൻ ബോർഡറിലൊക്കെ വരുന്ന ചെറിയ രുദ്രാക്ഷങ്ങളേ ഉള്ളൂ. അത് ഒന്നും അത്ര റിച്ചായിട്ടുള്ളൂ. ഇപ്പം ഒരു 12 ഫേസ് രുദ്രാക്ഷം എടുത്താൽ അതിന് കണക്ക് 30 ഉണ്ട്. അതുപോലെ തന്നെ 24 ഉണ്ട്, 20 ഉണ്ട്. അത് കായയുടെ ഒരു സ്പെസിഫിക് സൈസാണ്, വലിപ്പമാണ്. അത് ഇന്ന വലിപ്പത്തിലേ ഇത് ഉണ്ടാവുള്ളെന്നില്ല. ഒരു മാങ്ങ ഉണ്ടാകുന്നത് ചിലപ്പോൾ ചെറിയ മാങ്ങ ഉണ്ടാവും, അതിനകത്ത് വലിപ്പം ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ രുദ്രാക്ഷം ഉണ്ടാകും. അപ്പോൾ വലിപ്പമുള്ള കായിലാണ് അതിൻ്റെ റിച്ച്നെസ് ആയിട്ടുള്ള ആ സീഡും ചേംബറും ഉണ്ടാകുന്നത്.
ചെറിയ രുദ്രാക്ഷം കട്ട് ചെയ്താൽ അതിനകത്ത് ആ ചേമ്പറൊക്കെ ചെറുതായിരിക്കും എപ്പോഴും. അതായിരിക്കും നല്ലത്. എപ്പോഴും സ്വല്പം സൈസുള്ള രുദ്രാക്ഷമൊക്കെ ധരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഒരുപാട് ഗുണഫലങ്ങൾ ഉള്ളതാണ്. ഈ പറയുന്ന തരത്തിലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് അങ്ങനെ ശിവപുരാണത്തിനകത്ത് രുദ്രാക്ഷ മാഹാത്മ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ധരിക്കുന്നത് അറിയാതെ ധരിക്കുന്നവർക്ക് പോലും ഫലമാണ്. അപ്പം അറിഞ്ഞുകൊണ്ട് രുദ്രാക്ഷം ധരിക്കുന്ന ഒരാളുടെ ഫലം പറയാൻ പറ്റില്ല. അത്രയും ശിവചൈതന്യം എന്ന് പറഞ്ഞതുപോലെ ഒരു അനുഗ്രഹമുള്ള ഒരു സീഡാണ്. അതും പ്രൊട്ടക്ഷൻ. പണ്ട് കാലത്ത് സ്വാമിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന അതിനുവേണ്ടി അവർ കാടുകളിലൊക്കെ പോയി തപസ്സീവൊക്കെ ചെയ്യുമ്പോൾ ധാരാളം രുദ്രാക്ഷങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആണ്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണല്ലോ. നമ്മളൊരു രുദ്രാക്ഷം ധരിക്കുമ്പം ഒരു വെള്ളിയിലൊക്കെ കിട്ടുമ്പോൾ ഒരു മെറ്റൽ കെട്ടിയിടുന്നത് നല്ലത്. അതിനൊരു ആംപ്ലിഫൈ ചെയ്യുക രുദ്രാക്ഷം ധരിക്കുന്ന മാത്രമല്ല ചുറ്റുപാടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അത് ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് സ്വാമിമാർ ധരിച്ച കാരണം പൊതുവെ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സ്വാമിമാർ മാത്രം ധരിക്കാൻ പാടില്ല. എല്ലാ ആൾക്കാർക്കും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ധരിക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെറുപ്പം മുതലേ ധരിക്കുന്ന ഒരാളാണ്. ഞാൻ ധരിക്കുന്നതാണ്, എൻ്റെ ഫാമിലി ധരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ആ പോലെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രുദ്രാക്ഷം നമുക്ക് ധരിക്കാം, പക്ഷെ അത് ഒറിജിനൽ രുദ്രാക്ഷമായിരിക്കണം. ചുമ്മാ നമ്മളൊരു സീഡ് കഴുത്തെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് നടക്കരുത്. വളരെ ശ്രദ്ധിക്കണം. വെളിയിൽ നിന്നൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന രുദ്രാക്ഷങ്ങൾ എത്രമാത്രം അതിനകത്ത് കുറച്ച് എല്ലാവരും ഞാൻ അടച്ചു പറയുമല്ല കേട്ടോ. നല്ലത് കൊടുക്കുന്ന ഓൺലൈൻ കൊടുക്കുന്നതിനും ഉണ്ടാവും, അതെനിക്കറിയില്ല. ഞാൻ കൊടുക്കുന്ന രുദ്രാക്ഷം അത് എനിക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രമാണ് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പം അത് വാങ്ങുന്നത് ജെന്യൂനായ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒറിജിനൽ രുദ്രാക്ഷമാണെന്നൊന്നും ഒരു ഉറപ്പ് വരുത്തുക. അത് ഉറപ്പ് വരുത്താൻ ഏക മാർഗ്ഗം പാഴ്സൽ വരുമ്പോൾ അത് ഇന്ന് 2 or 3 കായ പല ഫേസിലുള്ള എടുത്ത് കട്ട് ചെയ്യും. ഇനി അടുത്ത ദിവസം കട്ട് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വിടുന്നുണ്ട്. അടുത്ത കാലങ്ങളിൽ കട്ട് ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കൊണ്ടും ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ ഇട കൊടുക്കരുത്. കാരണം വെച്ചാൽ നമ്മുടെ കടയിൽ വന്നിട്ട് നമ്മുടെ ഈ സ്റ്റോൺ ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ മാനസികമായ വിഷമതയാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും വരുത്തത്തില്ല. അത് സാധാരണ ഒരു ആൾക്കാർക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊന്നും ഇടയില്ല. നിങ്ങൾ കണ്ടോ രുദ്രാക്ഷം എങ്ങനെയാണ് ഒറിജിനൽ? കൊണ്ടുപോകുന്ന രുദ്രാക്ഷം നിങ്ങൾ കട്ട് ചെയ്തോ? അതിന് 100% ഗ്യാരണ്ടി ഉണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾക്കുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് നമ്മളിന്ന് ധാരാളം വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയത്. ഇനിയുള്ള എപ്പിസോഡുകളും വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളും വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.